നമസ്കാരം, ഞാൻ മനാഫ്. ഇപ്പം ഇസ്രായേൽ അമേരിക്ക കൂടി ഇറാനെതിരെ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇറാനെ വിമർശിക്കണ കണ്ട്. സത്യത്തിൽ ഈ യുദ്ധം ഇറാൻ ഇപ്പോൾ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല ആളുകളും മറന്നുപോയി. ഈ യുദ്ധം സത്യത്തിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലായിരുന്നു. ഈ യുദ്ധം ഒരുപാട് പാവപ്പെട്ട നിരപരാധികളായ ഫലസ്തീനി ജനതയെ കൊന്നൊടുക്കിയ ഒരു യുദ്ധമായിരുന്നത്. 2 കൊല്ലത്തോളം നിരന്തരമായി അവിടെ ആക്രമിച്ച് ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിൻ്റെ നടപടിയിൽ പാവപ്പെട്ട ഫലസ്തീൻ്റെ കൂടെ ഫലസ്തീനും വേണ്ടി ശബ്ദിച്ചത് ഒരേ ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇറാൻ്റെ സഹായത്താൽ ഹൂത്തികൾ, ഹിസ്ബുള്ള ഇവരൊക്കെ സഹായിച്ച്. ദീനീപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫലസ്തീൻ ഒരു സുന്നി ആശയം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇതേ സുന്നി ആശയം പിന്തുടരുന്ന ലോകത്ത് വേറെയും പല ശക്തികൾ, വൻ ശക്തികൾ തന്നെ പറയാവുന്ന രാജ്യങ്ങളുണ്ട്. ഇവരാരും സഹായിക്കാനില്ലാത്തൊരു സമയത്ത് ഇറാൻ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തി. ആ ശബ്ദം ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഇറാൻ്റെ ആത്മീയ നേതാവ് അടക്കം, പ്രസിഡന്റ് അടക്കം പല ആളുകളും, ഉന്നതന്മാരായ നേതാക്കന്മാർ ഈ ഒരു യുദ്ധത്തിൽ ജീവൻ ബലി കഴിക്കേണ്ടി വന്നു. ആ രാജ്യത്തിലെ പ്രമുഖരെല്ലാം മരണപ്പെട്ടിട്ടും ഇന്നും 24 ദിവസമായി ഇന്നും ആ പോരാട്ട വീര്യം ആ ജനത കാഴ്ചവെക്കുകയാണ്. ആർക്കു വേണ്ടി? സത്യത്തിൽ ഈ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലല്ല, ഇസ്രായേലും ഫലസ്തീനും തമ്മിലായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണിത്. യഥാർത്ഥത്തിൽ ശബ്ദിക്കേണ്ട ഈ ഫലസ്തീനികൾക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ട രാജ്യങ്ങൾ മൗനം പാലിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പോരാട്ട വീര്യം ഇനിയും നിലനിൽക്കട്ടെ. പൂർണ്ണമായിട്ടും ഇറാൻ്റെ കൂടാണ് ഞാൻ. അത് പറയാൻ യാതൊരു മടിയുമില്ല. ഇന്ന് ആ പാവപ്പെട്ട ജനത അനുഭവിക്കുന്നത് നാം എല്ലാവരും കാണുന്നുണ്ട്. അന്തിമ വിജയം ഇറാൻ്റേത് തന്നെയായിരിക്കും. ഇറാൻ്റെ കൂടെയാണ്. നന്ദി, നമസ്കാരം.